പാവപ്പെട്ട ഗസയുടെ തെരുവീഥികളിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിക്കുമ്പോൾ എത്ര എത്ര പിഞ്ചോമനകളാണ് ഓരോ നിമിഷവും വെടിയുണ്ടകൾക്കിരയാവുന്നത്. മൃതിയടയുന്നവരുടെ അക്കക്കണക്കുകൾക്കപ്പുറം അംഗവിച്ഛേദം സംഭവിച്ച ആയിരങ്ങളുടെ ആർത്തനാദങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? നിലം പരിശായ ഭവനങ്ങളിൽ നിന്നും പ്രാണരക്ഷാർത്ഥം അഭയാർത്ഥി ക്യാമ്പുകളിലെത്തി നരകതുല്യമായ ജീവിതം നയിക്കുന്നവർ, അന്നവും അറിവും മുറിവിനുള്ള മരുന്ന് നിഷേധിക്കപ്പെട്ട് തെരുവിലലയുന്ന ബാല്യകുമാരങ്ങൾ, യുദ്ധങ്ങൾ ബാക്കി വയ്ക്കുന്ന നഷ്ടങ്ങളുടെ കണക്കിൽ മുഖ്യമാണ് ഭക്ഷ്യക്ഷാമം. ഇനിയും അവസാനിച്ചിട്ടില്ലാത്ത റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ മുൻപ് ആഗോളതലത്തിലെ കൊടും പട്ടിണിയുടെ കണക്ക് പരിശോധിച്ചപ്പോൾ 135 മില്യൺ ആളുകളാണെങ്കിൽ ഇന്ന് അത് 276 മില്യൺ ആളുകളായി ഉയർന്നിട്ടുണ്ട്. തെരുവിലെ ചോര കണ്ടേ ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം, പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായ്ക്കൂട്ടം. ഗസ തെരുവിലെ ചോര കണ്ടേ ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം, പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായ്ക്കൂട്ടം. മരിച്ചത് ഞാനല്ല നീയാണ് മുസ്ലിമേ, ഫാസിസ തടവറയിൽ അടിമയായി നിൽപ്പോ നീ എന്ന് തീരും ഈ കണ്ണുനീരിൻ മോചനം നേടുകില്ലേ? ഫലസ്തീൻ ചിരിയെന്നത് കാണാക്കിനാവല്ല, അറബിപ്പൻ വിളയുന്ന കാലം വരുന്നുണ്ട്. തഖ്വ കൊണ്ട് നേടിടുവേ ഫാസിസം കരയുമെന്ന്. ഗസ തെരുവിലെ ചോര കണ്ടേ ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം, പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായ്ക്കൂട്ടം. ഖുദ്സിൽ വീശുന്ന ഇളം കാറ്റ് വിതുമ്പുന്നു, വിരിയും മുന്നേ വിട ചൊല്ലിയതും കണ്ടില്ലേ ശൂന്യമായി ഗാസ ഇന്ന്. ഗാസ തെരുവും ചിരി തൂകുന്നുണ്ട്, പറുദിസ കണ്ട മതിപ്പിന്നുണ്ട്. പിഞ്ചോമന മക്കളെ വരവേൽക്കാനായി ചിന്നത്തിൻ പൂന്തോട്ടമൊരുങ്ങിയിട്ടുണ്ട്. ഗസ തെരുവിലെ ചോര കണ്ടേ ഞാനും എഴുതട്ടൊരു കണ്ണീർ കാവ്യം, പിഞ്ചോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായ്ക്കൂട്ടം.